ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഈ 20-ാം തീയതി എൻ്റെ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ആ ഒരു ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്മിഷൻ കിട്ടും. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റിൽ അഡ്മിഷൻ കിട്ടും. അതിനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് എൻട്രി മുന്നോട്ട് വെക്കുകയാണ്. അപ്പം ആ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് സൗജന്യമായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് LDC പരീക്ഷ വരെ പഠിക്കാം. എപ്പോഴാണോ പരീക്ഷ അതുവരെ നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ അതിനുശേഷമുള്ള റാങ്കുകാർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ഡിസ്കൗണ്ട് ഓഫർ ലഭ്യമായിരിക്കും. ആ ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക, അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അതിനു വേണ്ട നോട്ട്സും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു മെയ് 20-ാം തീയതിയാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. മെയ് 20-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്കോളർഷിപ്പ് എക്സാം വരുന്നത് നമ്മുടെ 14-ാം തീയതിയാണ്. ഓക്കെ, മെയ് 14-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. അന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണിക്ക് മുമ്പേ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനുള്ളിൽ പൂർത്തിയാക്കുന്ന രീതിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഒരാൾക്ക് ഒരു തവണ മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ആ പ്രിപ്പയർഡ് ആവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നോട്ട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏതൊക്കെയാണ്? ഇത്രയും ടോപ്പിക്കുകളാണ്. ഈ 6 ടോപ്പിക്കുകളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒന്നാമത്തത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ആ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് എൻട്രിയുടെ ടെലഗ്രാം ചാനൽ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന എൻ്റെ ടെലഗ്രാം ചാനൽ, ഇതിലേതെങ്കിലുമൊക്കെ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരും. അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നോട്ട് അയച്ചു തരും. എക്സാമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് അറിയിപ്പും തരും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. വീഡിയോയുടെ കൂടെയുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് സൗജന്യമായിട്ട് നോട്ട് കിട്ടും. വേറെ ഹിഡൻ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. 3 പുതിയ നിയമനങ്ങൾ, അല്ലേ, പ്രധാന പദവികളും അതിൽ നടന്നിരിക്കുന്ന നിയമനങ്ങളുമാണ്. ദെൻ 4-മത്തെ ടോപ്പിക്ക് ഐക്യ കേരള പ്രസ്ഥാനമാണ്. 5-മത്തെ ടോപ്പിക്ക് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്നുള്ള ടോപ്പിക്കും. 6-മത്തത് മലയാളത്തിൽ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ള ടോപ്പിക്കും. ഇത്രയും ടോപ്പിക്കുകളാണ് ഉണ്ടാവുക. ഈ ടോപ്പിക്കിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരൊറ്റ PDF ആയിട്ട് ആ ഒരു ഡീറ്റെയിൽഡ് നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കിട്ടും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ടെലഗ്രാമിലോ വാട്സപ്പിലോ കിട്ടും. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ നോട്ട്സ് എടുക്കുക, പഠിച്ചോളുക. ഈ ഒരു എക്സാം ഡേറ്റ് വരെ നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം 14-ാം തീയതി 2 മണി മുതൽ 12 മണിയുടെ വരെയുള്ള ആ ഒരു ഇടവേളയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം 3 സ്ഥാനങ്ങളിൽ എത്താൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ചില്ലറ കാര്യമല്ല, കിട്ടുന്നത് എന്താണ്? LDC വരെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾഡ് ബാച്ചാണ്. നോർമൽ ബാച്ചും അല്ല, ഗോൾഡ് ബാച്ചാണ്. ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ സവിശേഷത. നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള, ഇപ്പം എൻ്റെ ബാച്ച് ആകുമ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അതിനുണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. ആ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ കൂടെ തന്നെ വേറെ മെൻറ്റേഴ്സ് നിങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ്, ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റും. അത് കൂടാതെ ഓരോ ദിവസവും, അതായത് നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിനെ സംബന്ധിച്ചും നിങ്ങൾക്ക് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അത് ആ ദിവസങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന ഹോട്ട് ടോപ്പിക്സാണ്. ആ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അടിത്തറയാവും. ഏതൊരു പരീക്ഷയിലും, LD പോലെയുള്ള ഏതൊരു പരീക്ഷയിലും ഒരു 10 മാർക്ക് വാങ്ങുന്ന രീതിയിലുള്ള 10 ടോപ്പിക്കുകളാണ്. ആ 10 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 8 മുതൽ 10 വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വെറും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്. എന്നിട്ട് നമ്മൾ പിന്നീട് സ്റ്റഡി പ്ലാൻ 1, 2 എന്ന് പറഞ്ഞിട്ടുള്ള Day 1, Day 2 എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഓരോ സ്റ്റഡി സർക്കിൾ കഴിയുമ്പോഴും റിവിഷൻ എക്സാം ഉണ്ടാവും. ഡെയിലി ടോപ്പിക്കിൻ്റെ എക്സാം കൂടാതെ ആ ഒരു വീക്കല്ല, എങ്ങനെയാണ്, ഒരു 7 ടോപ്പിക്കൊക്കെ ഉണ്ടാവും. ഒരു ഇംഗ്ലീഷ്, ഒരു മാത്സ്, ഒരു മലയാളം, പിന്നെ ഒരു 3-4 GK ടോപ്പിക്കും. അങ്ങനെ ഒരു 7 ടോപ്പിക്കൊക്കെ കഴിയുമ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അതാണ് ഒരു സ്റ്റഡി സർക്കിൾ. ആ ഒരു സ്റ്റഡി സർക്കിളിൻ്റെ റിവിഷൻ എക്സാം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്വയം വിലയിരുത്തി പോകാൻ പറ്റും. ഓരോ ദിവസമുള്ളത് പരീക്ഷ ചെയ്യുന്നു,
ആ ടോപ്പിക് എത്രത്തോളം നന്നായിട്ട് പഠിച്ചു എന്നുള്ളത് വിലയിരുത്തുന്നു. ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഒരു 7 ടോപ്പിക് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റഡി സർക്കിൾ കഴിഞ്ഞിട്ട് നിങ്ങൾ റിവിഷൻ എക്സാം എഴുതുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ പഠിച്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത സ്റ്റഡി സർക്കിൾ അങ്ങനെ ഒരു 4 സ്റ്റഡി സർക്കിൾ കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്തുള്ള ആ 4 സ്റ്റഡി സർക്കിൾ ഒരുമിച്ച് ചേർത്തുള്ള ഒരു മെഗാ റിവിഷൻ എക്സാം ഉണ്ടാവും. അവിടെ നിങ്ങൾ ഇതുവരെ പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ പറ്റുന്നു. അങ്ങനെ നിങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഓരോ ഏരിയകളും പഠിച്ച് റിവിഷൻ ചെയ്ത് ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് മനസ്സിലാക്കിയിട്ട് റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പരീക്ഷ വരെ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ലോജിക്കൽ ഗസ്സിങ് കാര്യങ്ങളും അതേപോലെ തന്നെ പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ സ്വായത്തമാക്കുന്ന രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ബാച്ചാണ് ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്മിഷൻ നേടാൻ സ്കോളർഷിപ്പ് എക്സാം കൊണ്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ചാൻസാണ്. നിങ്ങൾ വിചാരിക്കും, പലരും കമൻറ്റ് ഇടാറുണ്ട് ചില സ്കോളർഷിപ്പ് എക്സാം നടക്കുന്ന സമയത്ത്, നന്നായിട്ട് പഠിക്കുന്നവർക്കല്ലേ ഇത് കിട്ടുക, അവർക്ക് എന്തിനാ സാറേ പിന്നെ ഗോൾഡ് ബാച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തിനാ പിന്നെ ക്ലാസ്, അവരല്ലാതെ തന്നെ നേടൂലേ എന്നുള്ളത്. അതല്ല, ഈ ഒരു 6 ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഈ ദിവസങ്ങൾ കൊണ്ട് അല്ലേ 14 വരെയുള്ള ഈ ഒരു സമയം കൊണ്ട് ഈ 6 ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ആ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, LDC പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കണമെന്നില്ല. കാരണം ഇന്ന് ഇതൊക്കെ പഠിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല പലരും PSC നേടാത്തത്. ആ കഴിവുണ്ടായിട്ടും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി ആ കഴിവ് ഉപയോഗിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ജോലി നേടാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങളെ മുന്നോട്ടെത്തിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ബാച്ചാണ് എൻ്റെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുടങ്ങി ഈ ഒരു 6 ടോപ്പിക്ക് പഠിച്ച് പരീക്ഷ എഴുതി ആദ്യ റാങ്ക് നേടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോളം നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ പറ്റും. ആ ഒരു മികച്ച റാങ്ക് നേടിയിട്ട് ജോലി ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ്. ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ.